രാവിലെ തന്നെ ഒരു സഞ്ചിയിൽ പല വെറൈറ്റി മീനുകളായിട്ട് നമ്മുടെ കടയിലോട്ട് ഒരു ചേട്ടൻ കയറി വന്നൊക്കെ ഉണ്ട്. അതിൽ ചെമ്പല്ലി ഉണ്ടായിരുന്നു, കരിമീൻ ഉണ്ടായിരുന്നു, കൂരി ഉണ്ടായിരുന്നു, വഴുതി ഉണ്ടായിരുന്നു, അങ്ങനെ പല വെറൈറ്റി നല്ല നാടൻ മീനുകൾ ഉണ്ടായിരുന്നു. അതിൽ കൊണ്ടുവന്ന അപ്പാടെ, അതായത് വന്ന അപ്പം തന്നെ നമ്മുടെ കടയിൽ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ കടയിൽ തകലെടുത്തിട്ട് ഒരൊറ്റ ചൊരിയിലായിരുന്നു അതിലോട്ട് എല്ലാ മീനുകളും. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്, ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മീനുകളുടെയും അതിൻ്റെ ഇനവും അതിൻ്റെ വലുപ്പം അനുസരിച്ച് തരംതിരിച്ച് അങ്ങനെ എടുക്കണം, മാറ്റി അങ്ങനെ എടുക്കണം. അതായത് 4-5 കിലോ മീനുണ്ടായിരുന്നെങ്കിലും എല്ലാത്തിനും ഓരോ മീനും തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ വലുപ്പം അനുസരിച്ചുള്ള കൊട്ടയിലോട്ട് ഇട്ട് വെക്കണം, ഈ കാണുന്ന പോലെ. അപ്പോൾ അങ്ങനെ അതായത് തരംതിരിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആ മീനുകളെല്ലാം അപ്പം തന്നെ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കസ്റ്റമേഴ്സൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ നമ്മുടെ കടയിൽ ഇന്ന് പലരായിട്ട് കൊണ്ടുവന്ന മീനെയും ചെമ്മീനെയും ഞണ്ടിനെയും കാണിച്ചിട്ടുള്ള ഒരു വളരെ ചെറിയൊരു വീഡിയോ ഉണ്ടാ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെറിയൊരു വീഡിയോ എന്ന് പറയാനായിട്ട് വേറൊരു കാരണം കൂടി ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ ഇന്ന് പൊതുവെ മീൻ വളരെ കുറവ് ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു. മീനായാലും ഞണ്ടായാലും ചെമ്മീനായാലും എല്ലാവരും വളരെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നു. ഈ ടൈഗർ പ്രോൺസ് ആണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കടയിൽ ഈ ചെറിയ ചെമ്മീനുണ്ടല്ലോ, ഒരു മീഡിയം ടൈപ്പ് 360 ആ റേഞ്ചൊക്കെ വരുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ കഴിയായിട്ടുണ്ടായത്. അതായത് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പണിക്കാർ, അതായത് പുഴയിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ചേട്ടന്മാരൊക്കെ കുറവായിരിക്കും പോകുന്നത് ഇന്നത്തെ ദിവസം. പോയവർക്കാണെങ്കിൽ തന്നെ വളരെ കുറച്ച് മീൻ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു 5 കിലോ 6 കിലോ കിട്ടുന്ന സ്ഥാനത്ത് ഒരു 1.5 കിലോ 2 കിലോ ഒക്കെ പിടിച്ചിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പുഴയിൽ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പോൾ അത് കാലാവസ്ഥയ്ക്കും ഓരോ വെള്ളത്തിൻ്റെ മാറ്റത്തിനൊക്കെ അനുസരിച്ചിട്ട് മീനിൻ്റെയും ചെമ്മീൻ്റെയും ഞണ്ടിൻ്റെയും അവൈലബിലിറ്റിയിലും വ്യത്യാസങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് മീനിൻ്റെയും ചെമ്മീൻ്റെയും വിലയൊക്കെ ഓരോ ദിവസവും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നത്. അതായത് അവൈലബിലിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ വില കൂടുന്ന സമയത്താണ്, അവൈലബിലിറ്റി കൂടുന്ന സമയത്ത് മീനിൻ്റെ വില കുറയുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു രീതി. അതിപ്പോൾ കടൽ മീൻ്റെയും അവസ്ഥ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽ മീനിൻ്റെ അവൈലബിലിറ്റി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കേരയൊക്കെ വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 രൂപയ്ക്കായിരുന്നു. സാധാരണ ഇതിൽ 200-240 വിറ്റിരുന്ന മീനിൻ്റെ വിലയാണ് ഇപ്പോൾ 300 ഞാൻ പറഞ്ഞത് ഇപ്പോൾ. അപ്പോൾ ഓരോ മീനിൻ്റെ വില അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ കുറവായിരുന്നെങ്കിലും ചില സമയത്തൊക്കെ ചില ചേട്ടന്മാരൊക്കെ അത്യാവശ്യം മീനൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് കൂടുതലായിരുന്നു. അപ്പോൾ വന്ന ആ ഒരു സമയത്ത് തന്നെ കണ്ടു നിൽക്കുന്ന കസ്റ്റമേഴ്സ് അവർക്ക് ആവശ്യമുള്ള മീനൊക്കെ കയ്യോടെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതായത് ഞായറാഴ്ച വേണ്ടി കുറച്ച് തിരക്കുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് മീൻ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർ ഉദ്ദേശിച്ച മീനൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കൊണ്ടുവന്ന ആ ചേട്ടൻ്റെ ചാക്കിലുണ്ടായിരുന്ന മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂരി ഉണ്ടായിരുന്നു, കരിമീൻ ഉണ്ടായിരുന്നു, കാരച്ചമീൻ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ചെമ്പല്ലികളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് കൂരികളാണ് കേട്ടോ. അതായത് പല വലുപ്പത്തിലുള്ള കൂരികളുണ്ടായിരുന്നു. ചെറിയ കൂരി മുതൽ വലിയ കൂരി, അതായത് 200 മുതൽ 120 രൂപയുടെ കൂരി വരെ ഉണ്ടായിരുന്നു. പിന്നെ അത് അടുത്തതായിട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചേട്ടൻ കൊണ്ടുവന്നതാണ് കുറച്ച് ഞണ്ടും ഉണ്ടായിരുന്നത്. 2 ചെമ്പല്ലിക്ക് അതിലൊരു ചെമ്പല്ലിക്ക് ജീവനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ നമ്മുടെ കടയിൽ കിട്ടിയ 2 വലിപ്പമുള്ള ചെമ്പല്ലികൾ ഇതാണ് കേട്ടോ ഇന്ന് വന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള ചെമ്പല്ലികൾ കാണണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിവില് വിപരീതമായിട്ട് ഇന്ന് നമ്മുടെ കടയിൽ ഏറ്റവും കൂടുതൽ കാരച്ചമീൻ കിട്ടിയൊരു ദിവസമാണ്. സാധാരണ നമുക്ക് മറ്റു പല ചെമ്മീനുകളൊക്കെയാണ് കിട്ടാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അത്യാവശ്യം കാരച്ചമീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫിഷ് ടാങ്ക് കണ്ടില്ലേ, രാവിലെ തന്നെ കാളാഞ്ചിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8-9 മണിയായപ്പോഴേക്കും നമ്മുടെ ഫിഷ് ടാങ്ക് വരെയും കാലിയായി എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ചെമ്മീനായിരുന്നെങ്കിലും രാവിലേക്ക് ഇഷ്ടംപോലെ ചെമ്മീൻ ഉണ്ടായിരുന്നു, ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കിലും രാവിലെ തന്നെ അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലായിരുന്നു, തീർന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10 മണിക്ക് ശേഷം വന്ന കസ്റ്റമേഴ്സിനൊന്നും നമുക്ക് ചെമ്മീനൊന്നും കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് രാവിലെ തന്നെ ഇഷ്ടംപോലെ മീനായിരുന്നു ചെത്താനായിട്ടുണ്ടായിരുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കരിമീനും ചെമ്മീനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മീനാണ് ആൾക്കാർ വാങ്ങിച്ചിട്ട് നമ്മുടെ സീതം ചേച്ചിയുടെ അടുത്തും ചാക്കപ്പ ചേച്ചിയുടെ അടുത്തും അനിത ചേച്ചിയുടെ അടുത്തും അംബിക ചേച്ചിയുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് നന്നാക്കാനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ 3 പേരിൽ നിന്ന് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീനും കരിമീനുമാണ്. അപ്പോൾ ചാക്കോച്ചേട്ടൻ അവിടെ കേരയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പുറത്ത് ഉള്ളിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അത് ചെമ്മീനും തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കടയിൽ ഞണ്ടിന് ഓഫറൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ഇഷ്ടംപോലെ ഞണ്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കണ്ടമാനം ഞണ്ടാണ് നമ്മുടെ കടയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കിട്ടിയതിന് പകുതി പോലും നമുക്കിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ഞണ്ടിൻ്റെ വിലയിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ, കുറഞ്ഞിട്ടേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചൂടായതുകൊണ്ട് ഞണ്ടൊക്കെ ചത്തു പോകുന്നതുകൊണ്ട് ഞണ്ടിൻ്റെ വിലയിൽ അധികം വർധനവ് വന്നിട്ടില്ല. അപ്പോൾ ഇന്നും വളരെ കുറവായിരുന്നു നമുക്ക് ഞണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഞണ്ട് വിറ്റുകൊണ്ടിരുന്നത് 200 രൂപക്കും 300 രൂപക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് മീൻ മാത്രമേ നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്തും വളരെ കുറവാണെന്നു ഇന്നും. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്.